ഞാൻ തിരിഞ്ഞ് വേദിയിലേക്ക് നോക്കുമ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു പരിച്ഛേദമാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. ഞാൻ എല്ലാവരെയും ആദരവോടുകൂടി വണങ്ങുന്നു. സദസ്സിലിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ വേദിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ജില്ല കോഴിക്കോടാണ്. അതിലെനിക്കൊരു പൊളിറ്റിക്കൽ ടാർഗറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം ഞാൻ കോഴിക്കോടിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. കൊച്ചി ഞാൻ കളിച്ചു വളർന്ന നഗരമാണ്, പഠിച്ചു വളർന്ന നഗരമാണ്. തിരുവനന്തപുരത്തും ഞാൻ 5 വർഷം പഠിച്ചിട്ടുണ്ട്. പക്ഷേ കോഴിക്കോടിനോടുള്ളൊരു പ്രത്യേകമായ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് ഗുരുതുല്യരായ ആളുകളാണ്. അതിൽ പലരും എന്നെ ശാസിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യാൻ അധികാരമുള്ള ആളുകളാണ്. പലരും എന്നെ കറക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അപേക്ഷ. കാരണം അധികാരത്തിലേക്ക് എത്തുമ്പോഴാണ് ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത്, തെറ്റുകൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിമർശനങ്ങൾ വേണ്ടത്, തിരുത്തലുകൾ വേണ്ടത്. കൂടുതൽ വിമർശനങ്ങളും കൂടുതൽ തിരുത്തലുകളും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ശരിയായ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. പോകുന്ന വഴികൾ തെറ്റാണ് എന്നുള്ള ഗുരുതുല്യരായ ആളുകളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് പലപ്പോഴും നമ്മളെ ശരിയായ വഴിയിലൂടെ നയിക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ പറയുന്ന കാര്യം, ഞാനൊരു നെഹ്റുവിയനാണ്. ഞാൻ നെഹ്റുവിനെ വായിച്ചാണ് ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചത്. നാടിനെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് എല്ലാം സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചത് ഞാൻ നെഹ്റുവിനെ ചെറുപ്പത്തിലെ മുതൽ വായിച്ചിട്ടാണ്. എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനമായ പ്രയത്നവും അർപ്പണബോധവും ഇച്ഛാശക്തിയും കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സും ഉണ്ടാകണം. ഞാനൊരു കാര്യം നന്നായി തിരിച്ചറിയുന്നു, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബിസിനസ്സിലാണെങ്കിലും പറ്റില്ല, രാഷ്ട്രീയത്തിലാണെങ്കിലും പറ്റില്ല, ഭരണത്തിലാണെങ്കിലും പറ്റില്ല. ടീം ബിൽഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തെ മാറ്റാൻ ഏറ്റവും വിദഗ്ധരായ, ഓരോ വിഷയത്തിലും വിദഗ്ധരായ ആളുകളുടെ നല്ല ഒരു ടീം ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. അവരുടെ ഉപദേശങ്ങളും അവരുടെ മാർഗനിർദ്ദേശങ്ങളും വിലയിരുത്തലുകളുമായിരിക്കും ഇനിയുള്ള എല്ലാ പദ്ധതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വശം. ഇവിടെ പറഞ്ഞു, നമുക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കണം, അവരുടെ മക്കളും ഇവിടെ നിൽക്കണം. അതിനുള്ള സാധ്യതകൾ കേരളത്തിനുണ്ട്. കേരളത്തിൻ്റെ നമുക്കുള്ള പ്രത്യേകതകളെ, സവിശേഷതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഞാൻ 25 കൊല്ലം മുമ്പാണ് സിംഗപ്പൂരിൽ പോയപ്പോൾ, സിംഗപ്പൂർ ഒരു പോർട്ട് സിറ്റിയാണ്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, എന്തു മനോഹരമാണ് കേരളം സിംഗപ്പൂരിനേക്കാൾ. നമുക്കൊരു പോർട്ട് സിറ്റി ആകാൻ പാടില്ലേ? തുറമുഖ നഗരം എന്നത് ഈ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. കേരളം മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിൻ്റെ പ്രത്യേകതകൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് മുൻഗണനാ പദ്ധതികൾ നിശ്ചയിച്ചപ്പോൾ അത് കൊടുത്തത്. നമുക്ക് 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട്. അതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് നിരവധിയായ പദ്ധതികളുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥ നിറയ്ക്കണം, സമ്പത്ത് നിറയ്ക്കണം. അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ കാലത്ത്. എല്ലാ സ്റ്റേറ്റ് ഫിനാൻസും തകർന്നിരിക്കുകയാണ്. ശ്രീരംപിള്ള സാറിനൊക്കെ നന്നായിട്ട് അറിയാം. എല്ലാ സ്റ്റേറ്റ് ഫിനാൻസും തകർന്നിരിക്കുകയാണ്. അവിടെ നിന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കൈപിടിച്ചുയർത്തണം. അതിന് നമുക്ക് എക്കോണമിയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഉത്തേജിപ്പിക്കണം. ആ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറഞ്ഞാൽ പിന്നെ അതിൻ്റെ നീതിപൂർവമായ വിതരണം, ആ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അത് നടത്തണം. അതാണ് നമുക്കൊരു ഫ്രെയിം ഉണ്ടാകണം. ആ ഫ്രെയിം അതാണ്.
നമ്മുടെ ഖജനാവ് നിറച്ച് വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് എല്ലാ മേഖലയും പോകണം. നമ്മളിപ്പോഴും കേരള മോഡൽ ഞാൻ കേരള മോഡലിനെ കുറ്റപ്പെടുത്തില്ല. കേരള മോഡൽ നമുക്ക് അഭിമാനമായിരുന്നു. നമുക്ക് ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പറഞ്ഞതാണ്. എല്ലാ ഗവൺമെന്റുകൾക്കും അതിൽ പങ്കാളിത്തമുണ്ട്. സർക്കാരുകൾ വരുന്നതിന് മുമ്പുള്ള മിഷണറിമാർക്കും രാജാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. അതിന്റെ തുടർച്ചയാണ് ജനകീയ ഗവൺമെന്റുകൾ ചെയ്തത്. പക്ഷെ ഞാൻ കരുതുന്നത് കഴിഞ്ഞ 20 മുതൽ 25 വർഷം വരെ ഒരു 1/4 നൂറ്റാണ്ടായി അത് സ്റ്റാഗ്നന്റാ. അതങ്ങനെ കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല, കാലത്തിനനുസരിച്ച മാറ്റം ഉണ്ടാകുന്നില്ല. ഇന്ന് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്. വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ കാലഹരണപ്പെട്ട ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. പല കാലത്തിനോടൊപ്പം ഓടിയെത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് അത് ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അടിസ്ഥാന സൗകര്യ രംഗത്താണെങ്കിലും എല്ലാ രംഗങ്ങളിലും ആ മാറ്റം ഉണ്ടാകണം. ലോകം മാറുകയാണ്, അത്ഭുതകരമായ രീതിയിൽ ലോകം മാറുകയാണ്. തൊഴിലിന്റെ രംഗങ്ങൾ വരെ മാറുകയാണ്. ഇന്നുള്ളൊരു തൊഴിൽ ഒരു 4 വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു തൊഴിൽ അടയപ്പെടുമ്പോൾ വേറൊരു സ്ഥലത്ത് മറ്റൊരു തൊഴിൽ അവസരം തുറക്കപ്പെടുക. അതിനനുസരിച്ച് ഇവിടെ പറഞ്ഞു, മാഷ് പറഞ്ഞു, ഇവിടുത്തെ കോഴ്സുകൾ പറഞ്ഞു, നമ്മുടെ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ നമ്മൾ ഉണ്ടാക്കും. വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തിനാ? അവർ ഓരോ സെക്ടറും നിരീക്ഷിക്കും മാറ്റങ്ങൾ, അവർ റിപ്പോർട്ട് ചെയ്യും ഗവൺമെന്റിന്. അതനുസരിച്ച് നമ്മുടെ കരിക്കുലം മാറണം. ആ കരിക്കുലം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ലോകവുമായി ബന്ധപ്പെട്ട് മാറണം. മാറിയ ആ കോഴ്സുകൾ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അല്ലാതെ കാലഹരണപ്പെട്ട കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്നാൽ അവർ പഠിക്കില്ല, അവർ പുറത്തേക്ക് പോകും. അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. അവർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. നമുക്ക് അറിവില്ലാത്തതല്ല, നമുക്ക് അറിവുണ്ട്. നമ്മുടെ ആളുകൾക്കൊക്കെ അറിവുണ്ട്. എല്ലാ ഭരണകൂടങ്ങൾക്കും അറിവുകളുണ്ട്. പക്ഷേ ആ അറിവുകൾ അത് സാധാരണക്കാരന് ഉപയുക്തമായ രീതിയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ മാറ്റി അത് നടപ്പാക്കണം.